ഇന്നലെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതിനകത്ത് രണ്ട് ബിഹേവിയേഴ്സ് ആയിരുന്നു. അപ്പൊ നമ്മൾ എംപ്ലോയീസ് ബിഹേവിയർ ടൈപ്പ് ആയിരുന്നു ഇന്നലെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അതിൽ നമ്മൾ ഇന്നലെ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്ന രണ്ട് ബിഹേവിയർ ടൈപ്പ് ആയിരുന്നു. അതായത് ഇന്നലെ നമ്മൾ ഈഗിൾസും ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു, പീകോക്കും ഡിസ്കസ് ചെയ്തു. നമ്മൾ പറഞ്ഞു ബിഹേവിയർ ടൈപ്സ് നമ്മൾ 4ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് തന്നെ ടാസ്ക് ഫോക്കസ്ഡ് ആയിട്ട്, പീപ്പിൾ ഫോക്കസ്ഡ് ആയിട്ട്, ഫാസ്റ്റ് പേസ്ഡ് ആയിട്ട്, കാം പേസ്ഡ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അതിൽ ടാസ്ക് ഫോക്കസ്ഡ് ആയിട്ട് അതും ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്ന ആളുകളാണ് ഈഗിൾസ് എന്ന് നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതും പീപ്പിൾ ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതുമാണ് പീകോക്ക് ബിഹേവിയർ സ്റ്റൈൽ എന്ന് നമ്മൾ പറഞ്ഞു. ഇനി അതുപോലെ തന്നെ വീണ്ടും ഇന്ന് നമ്മൾ രണ്ട് ബിഹേവിയർ സ്റ്റൈലാണ് ഫോക്കസ് ചെയ്യുന്നത്. ടാസ്ക് ഫോക്കസ്ഡ്, അതായത് ടാസ്ക് ഫോക്കസ് ചെയ്ത് കുറച്ച് കാം ആയിട്ട് പേസ് എടുത്ത് കാം ആയിട്ടുള്ള പേസിൽ വർക്ക് ചെയ്യുന്ന ആളുകളാണ് ഔൾസ്. അതുപോലെ തന്നെ പീപ്പിൾ ഫോക്കസ്ഡ് ആയിട്ട് കുറച്ച് കാം ആയിട്ട് കാര്യങ്ങൾ ചെയ്യുന്നതാണ് ഡോഗ്. ഈ രണ്ട് കാറ്റഗറികളാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ഈഗിൾസിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇവര് കംപ്ലീറ്റ്ലി അഗ്രസീവ് ആണ്. വളരെ അഗ്രസീവ് ആയിട്ട് കാര്യങ്ങൾ ചെയ്ത് പോകുന്നതാണ്. ടാസ്ക് ഓറിയന്റഡ്, ഗോൾ ഓറിയന്റഡ് ആയിട്ട് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ആൾക്കാരാണ് ഈഗിൾസ് എന്ന് നമ്മൾ പറയുന്നത്. അതേസമയം പീകോക്കിന്റെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ അത്ര അഗ്രസീവ് അല്ല, എന്നാൽ പീപ്പിൾ ഓറിയന്റഡ് ആയിട്ട്, അതായത് ആൾക്കാരുമായിട്ടൊരു ഫ്രണ്ട്ഷിപ്പ് ക്രിയേറ്റ് ചെയ്ത് ഒരു നെറ്റ്വർക്ക് ക്രിയേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു പോകാനാണ്, അതായത് കൂടുതൽ എലാബറേറ്റ് ചെയ്ത് കാര്യങ്ങൾ ചെയ്തു പോകാനാണ് ഇവർക്ക് താല്പര്യമെന്ന് നമ്മൾ പീകോക്കിന്റെ കേസിൽ പറഞ്ഞു. അതേസമയം ഡോവിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ രണ്ട് സ്റ്റൈലല്ല ഇവർക്ക്. ഇപ്പൊ പീകോക്കിന്റെ ഈഗിളിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു ഇവർ ഭയങ്കര അഗ്രസീവ് ആണ്, ഭയങ്കര റൂഡായിട്ടൊക്കെ ചിലപ്പോൾ പെരുമാറുന്നൊക്കെ നമുക്ക് കാണാൻ പറ്റുമെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അതുപോലെ തന്നെ പീകോക്കിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇവർ കുറച്ചുകൂടെ അട്രാക്റ്റീവ് ആണ്, ആളുകളുടെ അടുത്ത് വളരെ ഫ്രണ്ട്ലി ആയിട്ട് പെരുമാറുന്നതെന്ന് നമുക്ക് കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ അട്രാക്റ്റീവ്നെസ് ഉണ്ടാക്കുന്ന ഇവരാണെന്ന് നമുക്ക് കാണാൻ പറ്റും. എനർജറ്റിക് ആയിട്ട് അട്രാക്റ്റീവ് ആയിട്ട് സംസാരിക്കുന്ന ഇവരാണെന്ന് നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഡോവിന്റെ കേസിലേക്ക് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഇൻട്രോവേർട്ട് ടൈപ്പ് എന്നൊക്കെ പറയും. ഇൻട്രോവേർട്ട് എന്ന് പറയും ആരോടും മിണ്ടില്ല, വളരെ കാമായിട്ടിരിക്കുന്ന ആൾക്കാരെന്നൊക്കെ നമ്മൾ പറയും. ആ ആളുകളാണ് ഡോവ് കാറ്റഗറിയിലേക്ക് വരിക. ഇവർ വളരെ കാമാണ്, പേഷ്യന്റ് ആണ്. അതുപോലെ തന്നെ എന്ത് കാര്യങ്ങൾ വന്നാലും, ടീം എന്ത് കാര്യങ്ങൾ ചെയ്താലും ടീമിന്റെ കൂടെ ചേർന്ന് നിന്ന് ചെയ്യുന്നവരാണ് ഡോഗ്. അവർക്ക് എതിർ അഭിപ്രായങ്ങളേ ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റില്ല, ഇങ്ങനല്ലേ നല്ലത്, ഈ ഒരു അഭിപ്രായം ഒന്നും അവർക്ക് ഉണ്ടാവില്ല. അവരോട് പറയുന്ന കാര്യങ്ങൾ അവർ ചെയ്യും. അപ്പം ഇവരുടെ മെയിൻ റീസൺ ഇതാണ്, ഇവര് കോൺഫ്ലിക്റ്റ് ഉണ്ടാകത്തില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകത്തില്ല. അതുപോലെ തന്നെ ആർഗ്യുമെന്റ്സ് ഇവരുടെ ഭാഗത്തു നിന്ന് വരില്ല. മാക്സിമം ലോയൽ ആൻഡ് സപ്പോർട്ടീവ് ആണ്, അതായത് പറയുന്ന കാര്യങ്ങളെല്ലാം മാക്സിമം ലോയൽ ആയിട്ട് തന്നെ, സത്യസന്ധമായിട്ട് തന്നെ അത് ചെയ്യുകയും ചെയ്യും, കൂടെ നിൽക്കുകയും ചെയ്യും ടീമിന്റെ കൂടെ. അപ്പൊ ഇവരുടെ ഒരു നേച്ചർ എന്ന് പറയാൻ നമ്മൾ പല ആൾക്കാരെയും കണ്ടിട്ടുണ്ടാകും. കാരണം ഇൻട്രോവേർട്ട് ആയിട്ടുള്ള ടൈപ്പ്, അധികം കോൺഫിഡൻസ് ഇല്ലാത്ത ടൈപ്പാണ് ഇവര്. അപ്പൊ എന്ത് കാര്യങ്ങൾ പറഞ്ഞാലും ഇവര് ഓക്കെ കുഴപ്പമില്ല ഞാൻ ചെയ്യാം എന്നുള്ളൊരു വാക്കായിരിക്കും കിട്ടുക. പിന്നെ പലപ്പോഴും ഒരു കോൺഫിഡൻസ് ഇല്ലാത്ത ടോണിലായിരിക്കും ഇവർ സംസാരിക്കുക. ഇപ്പം ഈഗിൾസ് ആണെങ്കിൽ ഒരു കാര്യം നമ്മളുടെ അടുത്ത് വന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഇപ്പം ഈഗിൾസ് നമ്മളുടെ അടുത്ത് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും ചെയ്യാൻ വേണ്ടി നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ അവർ ചിലപ്പോൾ നമ്മുടെ അടുത്ത് പെർമിഷൻ ഒന്നും ചോദിക്കത്തില്ല, ഡയറക്റ്റ് ആയിട്ട് കാര്യം പറയും. അതേസമയം പീകോക്ക് ആണെങ്കിൽ നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിത് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണെങ്കിൽ പീകോക്ക് നമ്മളുടെ അടുത്ത് വന്നു കഴിഞ്ഞാൽ പീകോക്ക് കുറച്ച് എലാബറേറ്റ് ചെയ്ത് പറയും, നമ്മളെ ഒന്ന് പൊക്കി ഒന്ന് ഒരു എലാബറേറ്റ് ചെയ്ത് നമ്മളെ കൊണ്ട് മാക്സിമം അത് ചെയ്യിപ്പിക്കാൻ വേണ്ടി നോക്കും. അതേസമയം ഡോവ് നമ്മളുടെ അടുത്ത് വന്നൊരു കാര്യം ചെയ്യിപ്പിക്കാൻ നോക്കുകയാണെങ്കിൽ ഡോവ് ഇങ്ങനെ ആലോചിക്കും, ഞാനിത് പറഞ്ഞു കഴിഞ്ഞാൽ കുഴപ്പമുണ്ടോ, ആള് തിരക്കാണോ, ഇപ്പോ ആൾക്ക് വേറെ വർക്കുണ്ടോ, ഇത്രയും ആലോചിച്ച ശേഷമായിരിക്കും ഡോവിന്റെ വായിൽ വരിക എനിക്കിപ്പോ ഇത് ചെയ്യാനുണ്ട്, നിങ്ങളിപ്പോ തിരക്കാണോ ഇല്ലയോ, ആ ഒരു ടോണിലായിരിക്കും ഡോവ് സംസാരിക്കുക. ഓക്കെ, ഇവരുടെ നേച്ചർ പൊതുവെ നമുക്ക് കാണാൻ പറ്റുന്നത് വളരെ സോഫ്റ്റ് വോയിസ് ആണ്, വളരെ ജെന്റിൽ ആയിട്ടുള്ള സ്മൈലാണ്. അപ്പൊ ഞാൻ പറഞ്ഞല്ലോ ഇവർക്ക് പൊതുവെ ഒരു കോൺഫിഡൻസിന്റെ കുറവ് നമുക്ക് കാണാൻ പറ്റും.
ഐ കോണ്ടാക്ട്, കോൺഫ്ലിക്റ്റ് ഒക്കെ ഐ കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്യാതിരിക്കുക, കോൺഫ്ലിക്റ്റിലേക്കൊന്നും വരാതിരിക്കുന്നതൊക്കെ നമുക്ക് ഇവരിൽ കാണാൻ പറ്റും. ഓക്കെ, ഇനി ഇവരുടെ സ്ട്രെങ്ത് നോക്കുകയാണെങ്കിൽ ഇവരെല്ലാ കാര്യങ്ങളും നന്നായിട്ട് ലിസൺ ചെയ്യും. ടീമിന്റെ ഒരു മീറ്റിംഗ് ഒക്കെ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ മാനേജേഴ്സ് ആയിട്ടുള്ള ഓണേഴ്സ് ഒരു ടാസ്ക് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ ഇവരെല്ലാ കാര്യങ്ങളും പ്രോപ്പർലി ലിസൺ ചെയ്യും. അതുപോലെ തന്നെ കോൺഫ്ലിക്റ്റുകളൊന്നും ഉണ്ടാവാത്തത് കൊണ്ട് തന്നെ മാക്സിമം എല്ലാ കാര്യങ്ങളും ലിസൺ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇവര് കാരണം ഒരു ഹാർമണി ഒക്കെ ഇവർക്ക് ടീമിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും, മറ്റുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ പറ്റും. ഹൈലി റിലയബിൾ ആയിട്ടുള്ള ആൾക്കാരാണ്. അതായത് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്ക് അത് ചെയ്യാൻ പറ്റും, ഇവരത് ചെയ്യും. ആ രീതിയിലുള്ള ആൾക്കാരാണ്. അത് ചെയ്യുമ്പോഴും ഇവിടെ ശ്രദ്ധിക്കേണ്ടത് ഇവർ അവരുടെ കംഫോർട്ട് സോണിൽ നിന്ന് മാത്രമേ ചെയ്യുള്ളൂ. ഇപ്പൊ ഈഗിൾസിനോട് നമ്മളൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ കംഫോർട്ട് സോൺ ആയിരിക്കത്തില്ല. ഈഗിൾസ് ഏതറ്റം വരെയും പോകും അത് ചെയ്യാൻ വേണ്ടി. പക്ഷെ ഇവരവരുടെ കംഫോർട്ട് സോണിൽ നിന്ന് ചെയ്യത്തുള്ളൂ. പീകോക്ക് ആണെങ്കിൽ കാര്യങ്ങൾ ചിലപ്പം ചെയ്യാം, ചിലപ്പോൾ പകുതിക്ക് വെച്ച് ചെയ്യാതിരിക്കാം, അങ്ങനൊരു സിറ്റുവേഷൻ വരും. പക്ഷെ ഡോം എന്ന് പറയുന്ന ആളുകൾ കാര്യങ്ങൾ ചെയ്യും, അവരുടെ കംഫോർട്ട് സോണിൽ നിന്ന് മാത്രമേ കാര്യങ്ങൾ ചെയ്യൂ. ഇനി ഇവരുടെ ലിമിറ്റേഷൻസ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ഇവര് ടീം മീറ്റിങ്ങിലൊക്കെ സംസാരിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ നമ്മൾ ഇവരെ എൻകറേജ് ചെയ്യണം, ഇവർക്ക് ചാൻസുകൾ കൊടുക്കണം. അപ്പൊ മാത്രമായിരിക്കും ഇവർ സംസാരിക്കുക. മാക്സിമം പുഷ് ചെയ്തെങ്കിൽ മാത്രമേ ഇവരുടെ വായിന്ന് കാര്യങ്ങൾ വരുള്ളൂ. ഇപ്പൊ കൂടുതലായിട്ട് ഇവർക്കൊരു ടാസ്ക് കൊടുക്കുവാണെങ്കിൽ പോലും ഇവർ എസ് പറഞ്ഞുകൊണ്ടിരിക്കും. നോ പറയാൻ ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പൊ ഒരു വലിയ ടാസ്ക് ഇവർ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, വീണ്ടും അഡീഷണലി അടുത്ത ടാസ്ക് കൊടുക്കുകയാണെങ്കിൽ ഇവരത് ചെയ്യും. ഇവരുടെ ഉള്ളിൽ ബുദ്ധിമുട്ടുണ്ടാവും, അത് ഇവർ പുറത്തേക്ക് എടുക്കില്ല. അതായത് നോ പറയാൻ ഇവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമുക്ക് എങ്ങനെ ഇവരെ ഹാൻഡിൽ ചെയ്യാം എന്ന് ചോദിക്കുകയാണെങ്കിൽ, ഇപ്പൊ ഈഗിൾസിന്റെ അടുത്തോ പീകോക്കിന്റെ അടുത്തോ ഒക്കെ നമുക്ക് അഗ്രസീവായിട്ട് കുറച്ച് സംസാരിച്ചു കഴിഞ്ഞാലും വലിയ പ്രശ്നമില്ല. ഈഗിൾസ് അതൊരു ചലഞ്ചായിട്ട് എടുക്കും. പീകോക്ക് അധികം അത്രയ്ക്ക് മൈൻഡ് ചെയ്യില്ല, എന്നാലും അതവരെ ഹേർട്ട് ചെയ്തെങ്കിൽ അത്രയ്ക്ക് മൈൻഡ് ചെയ്യില്ല. പക്ഷേ ഇവരുടെ കേസിൽ ഇവരത് ശരിക്കും അഫക്ട് ചെയ്യും. അതുകൊണ്ട് വളരെ ജെന്റിലായിട്ട്, വളരെ കാമായിട്ട് വേണം ഇവരുടെ അടുത്ത് സംസാരിക്കാൻ. അതിനൊരു കാര്യം ഇവർക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഉടനടി നിങ്ങൾക്ക് ഒരു ആൻസർ അല്ലെങ്കിൽ ഒരു റിസൾട്ട് ഇവരുടെ ഭാഗത്തുനിന്ന് വരില്ല. എന്ന് പറഞ്ഞ ഒരു ടാസ്ക്, ഒരു പ്രോബ്ലം ഇവർക്ക് കൊടുക്കുകയാണെങ്കിൽ ആ പ്രോബ്ലത്തിന്റെ സൊല്യൂഷൻ ഒറ്റയടിക്ക് ഇവരുടെ കയ്യിൽ കിട്ടില്ല. ഇവർക്ക് സമയമെടുത്ത് തിങ്ക് ചെയ്ത് ഒക്കെ മാത്രമേ ആ ഒരു സൊല്യൂഷനിലേക്ക് ഇവർക്ക് എത്താൻ പറ്റൂ. അപ്പൊ അതിനുള്ള ടൈം കൊടുക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞു, അവരുടേതായിട്ടുള്ള ഐഡിയാസ് ഷെയർ ചെയ്യാനുള്ള ടൈം, എൻകറേജ്മെന്റ് ഒക്കെ അവർക്ക് കൊടുക്കുക. ഇതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം, ഒരു ചേഞ്ച് വരുമ്പോൾ ഇവരെ പെട്ടെന്ന് ആ ചേഞ്ചിലേക്ക് പുഷ് ചെയ്ത്, അങ്ങനെ ചേഞ്ചിലേക്ക് പുഷ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവർ ചിലപ്പോൾ കമ്പനി വിട്ടു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതിൽ ഈ ഒരു കാറ്റഗറി ആൾക്കാർ, അതായത് ഡോവ് എന്ന് പറയുന്ന കാറ്റഗറി ആൾക്കാർ എപ്പോഴും ഫോക്കസ് ചെയ്യുന്ന, ലക്ഷ്യം വെക്കുന്നത് ഒരു കംഫർട്ട് സോണാണ്. അപ്പം ഒരു സഡൻ ചേഞ്ച് നമ്മൾ ഇവർക്ക് കൊണ്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് സംഭവിക്കില്ല, ഇവരത് അക്സെപ്റ്റ് ചെയ്യില്ല. ഈഗിൾസ് ചിലപ്പോൾ അക്സെപ്റ്റ് ചെയ്തിരിക്കും, പീകോക്ക് ഒരു പരിധി വരെ അക്സെപ്റ്റ് ചെയ്തേക്കും. പക്ഷെ എന്ത് ചെയ്യില്ല, ഡോവ് അതൊരിക്കലും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പൊ എന്ത് വേണം അവിടെ, കാമായിട്ട് ടൈം എടുത്ത് ഇവരെ പറഞ്ഞു മനസ്സിലാക്കിയതിനു ശേഷം വേണം ഇവർക്കൊരു ചേഞ്ച് ഗ്രാജുവലി കൊണ്ടുവരാൻ. ഒറ്റയടിക്ക് അപ്പോഴും കൊണ്ടുവരാൻ പാടില്ല. ഓക്കെ, ഇനി അപ്പൊ ഡോഗ് എന്ന് പറയുന്ന കാറ്റഗറി മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അടുത്താണ് ഔൾ. അപ്പൊ നമ്മള് ഈഗിൾസിന്റെ കാര്യം പറഞ്ഞ അവർ ഫാസ്റ്റ് പേസ്ഡ് ആണ്, ഷാർപ്പാണ്. അതുപോലെ തന്നെ പീകോക്കിന്റെ കാര്യം പറഞ്ഞ അവർ പീപ്പിൾ ഓറിയന്റഡ് ആണ്, കുറച്ചുകൂടെ സോഫ്റ്റ് ആയിട്ട് സംസാരിക്കുന്നവരാണ്. ഡോവിന്റെ കാര്യം വന്നപ്പോൾ അതിലും സോഫ്റ്റ് ആണ്, കോൺഫിഡൻസ് ഒക്കെ വളരെ കുറവാണ്. ഇനി ഓളിന്റെ കാര്യം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഓള് കുറച്ചുകൂടെ ഈഗിൾസിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള ആളുകളാണ്.
അപ്പൊ എന്തുകൊണ്ടാണ് ഇവർക്ക് ഈഗിളുടെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈഗിൾസ് എപ്പോഴും സംസാരിക്കുമ്പോഴും ഈഗിൾസ് എപ്പോഴും ഓരോ കാര്യങ്ങൾ ചെയ്യുന്നതും ഡാറ്റ ഡ്രിവൺ ആയിരിക്കും, ഡാറ്റ ഓറിയന്റഡ് ആയിട്ടായിരിക്കും. അതായത് ഗോൾ ഫോക്കസ്ഡ് ആയിട്ട് ഡാറ്റ ഓറിയന്റഡ് ആയിട്ടായിരിക്കും ഈഗിൾസ് വർക്ക് ചെയ്യുക. അപ്പൊ അങ്ങനെ വർക്ക് ചെയ്താൽ അവരുടെ ഏറ്റവും വലിയ പ്രശ്നം അവര് വലിയ വലിയ റിസ്കുകൾ എടുക്കുമെന്നുള്ളതാണ് നമ്മൾ ഓൾറെഡി പറഞ്ഞത്. ഈഗിൾസിന്റെ കേസിൽ അവർ സഡൻ ആയിട്ട് അഗ്രസീവ് ആയിട്ട് പോയിട്ടുള്ള എല്ലാ റിസ്കുകളും എടുക്കും. ചില സിറ്റുവേഷൻസിൽ അത് വർക്ക് ആയെന്ന് വരില്ല. അപ്പൊ അവളുടെ കേസിൽ അവള് ഡാറ്റ ഡ്രിവൺ ആയിട്ട് ഫാക്ട്സ് പ്രൊസീജിയേഴ്സ് ഒക്കെ നോക്കി മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. ഓക്കെ, അപ്പൊ ഇവരുടെ വ്യത്യാസം എന്താ ഞാൻ പറഞ്ഞുതരാം. ഇവർ കുറച്ച് ഇൻ ഡീറ്റെയിൽ ആണ്, ആക്യുറേറ്റ് ആണ്. തിങ്ക് കെയർഫുള്ളി ബിഫോർ ഡിസൈഡിങ്. അതായത് ഇവർ ഈഗിൾസിന് അത്ര അഗ്രസീവ് അല്ല, ഇവർ വളരെ ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു കാര്യം ചെയ്യുള്ളൂ. ബാക്കി എല്ലാ കാര്യത്തിലും ഇവർ ഓക്കെയാണ്. ഡാറ്റ ഡ്രിവൺ ആയിട്ട് മാത്രമാണ് ഇവർ ഡിസിഷൻസ് എടുക്കുക. ഫാക്ട്സ് പ്രൊസീജിയേഴ്സിലൊക്കെ കൂടെ ഒക്കെ തന്നെയാണ് ഇവർ പോവുക. അതിലൊന്നും ഒരു ചേഞ്ചും വരില്ല. അത് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് ഇവർ ചെയ്യും. പക്ഷെ ഇവരുടെ പ്രശ്നം ഇരിക്കുന്നത്, ഒരു ഡിസിഷൻ ഇവർ എടുക്കണമെന്നുണ്ടെങ്കിൽ വളരെ അധികം ആലോചിച്ച്, രണ്ട് സൈഡും ആലോചിച്ച്, അവരുടെ ഭാഗം അത് ചെയ്തു കഴിഞ്ഞാൽ അവരുടെ ഭാഗം ക്ലിയർ ആയിരിക്കുമോ, അവർക്ക് എന്തെങ്കിലും അവരെ എന്തെങ്കിലും അത് അഫക്ട് ചെയ്യുമോ, കമ്പനിയെ എന്തെങ്കിലും അഫക്ട് ചെയ്യുമോ, കോസ്റ്റ് എന്തെങ്കിലും കമ്പനിയുടെ കോസ്റ്റ് സെക്ടറിനെ അത് അഫക്ട് ചെയ്യുമോ, എല്ലാം ആലോചിച്ചതിന് ശേഷം മാത്രമേ ഒരു ഡിസിഷനിലേക്ക് അവർ വരുള്ളൂ. അതുകൊണ്ട് തന്നെ ഒരു കാര്യം, ഒരു ടാസ്ക് അസൈൻ ചെയ്യുന്ന സമയത്ത് ഇവരുടെ മനസ്സിൽ കൂടുതൽ ഡൗട്ടുകൾ ഉണ്ടായേക്കാം. അതെല്ലാം ആസ് എ മാനേജർ അല്ലെങ്കിൽ ഓണർ നമ്മളത് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കണം. എങ്കിലും മാത്രമേ ഇവർക്ക് ആ ഒരു ഡിസിഷനിലേക്ക് വരാൻ പറ്റൂ. നമ്മൾ ക്ലാരിഫൈ ചെയ്യുന്നില്ല എന്നുണ്ടെങ്കിൽ ഇവർക്ക് ആ ഒരു പ്രോപ്പർ ഡിസിഷനിലേക്ക് എത്താൻ പറ്റില്ല. അത് വലിയ ടെൻഷൻ ഉണ്ടാകും. ഓക്കെ, ഇനി ഇവരെ നമുക്ക് പൊതുവെ കാണാൻ പറ്റുന്ന വളരെ കാമ്, കൺട്രോൾഡ് ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് കാണാൻ പറ്റുക. അധികം ഇമോഷൻസ് ഒന്നും ഇവർ കാണിക്കത്തില്ല. ഇപ്പം ഈഗിൾസിന്റെ കേസിൽ നമ്മൾ എടുക്കുകയാണെങ്കിൽ ഈഗിൾസ് ചിലപ്പോൾ നന്നായിട്ട് ദേഷ്യമൊക്കെ പെട്ടെന്ന് വരും, വളരെ അഗ്രസീവ് ആണ്. അപ്പൊ ഇവർ അധികം ഇമോഷൻസ് ഒന്നും കാണിക്കത്തില്ല. പീകോക്കിന്റെ കേസിൽ നമ്മൾ പറഞ്ഞു വളരെ അട്രാക്റ്റീവ് ആണ്, വളരെ എക്സൈറ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, വളരെ സന്തോഷം കാണിക്കുന്ന ആളുകളാണ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. എന്നാൽ അവളിന്റെ കേസിൽ അങ്ങനെ ഒരു കാര്യമേ ഉണ്ടാവില്ല. അതധികം ഇവർ ഫേസിൽ കാണിക്കില്ല. എപ്പോഴും ഒരു സീരിയസ് ആയിട്ടുള്ള ഫേസ് ആയിരിക്കും ഇവർക്ക് ഉണ്ടായിരിക്കുക. അതുപോലെ തന്നെ ഇവരുടെ സ്ട്രെങ്ത്തുകൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഇവർ ചെയ്യുന്ന കാര്യങ്ങളിൽ ഹൈ ക്വാളിറ്റി ആയിരിക്കും. അതായത് എന്ത് കാര്യങ്ങൾ ഇവർ ചെയ്താലും അതില് അത് പ്രോപ്പർ ആയിട്ട് ഡാറ്റ ഡ്രിവൺ ആയിട്ട് അല്ലെങ്കിൽ സ്റ്റാൻഡേർഡ് ഓഫ് പ്രൊസീജിയേഴ്സ് ഫോക്കസ് ചെയ്തിട്ടായിരിക്കും ഇവർ ചെയ്യുക. ആ കാര്യങ്ങളൊക്കെ വളരെ പ്രോപ്പർ ആയിരിക്കും. ഇനി ഒരു കാര്യമല്ല അനലൈസ് ചെയ്യുന്നതും, അത് ഒരു കാര്യം പ്ലാൻ ചെയ്യാനൊക്കെ ഒരു വളരെ മിടുക്കന്മാരായിരിക്കും. കാരണം നിങ്ങളൊരു ടാസ്ക് കൊടുത്തു, ആ ടാസ്ക് അനലൈസ് ചെയ്യാന്, അത് എങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് പ്ലാൻ ചെയ്യാന് ഒക്കെ ഇവർ വളരെ മിടുക്കന്മാരാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവർ ഓരോ കാര്യങ്ങളും നോക്കും. ഏത് ബിയിലേക്ക് പോകാനാണെങ്കിൽ ഏത് ബിയിലേക്ക് എങ്ങനെ പോവാം, എത്ര സമയം കൊണ്ട് പോവാം, ഏത് സമയത്ത് പോവാം, എങ്ങനെ പോകുമ്പോഴാണ് ഏറ്റവും കോസ്റ്റ് കുറവ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം എന്ത് ചെയ്യും ഇവർ നോക്കും. എന്നിട്ട് മാത്രമേ ഇവർ സ്റ്റാർട്ട് ചെയ്യൂ. ആ ഒരു പ്രശ്നമുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ മെയിൻ ലിമിറ്റേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു കാര്യം ഡിസൈഡ് ചെയ്യാൻ ഇവർ വളരെ സമയമെടുക്കും, വളരെ സ്ലോ ആയിരിക്കും. മാത്രമല്ല കൂടുതൽ ക്രിട്ടിക്കൽ ആയിട്ട് ചിലപ്പോൾ ഇവർ തിങ്ക് ചെയ്തെന്ന് വരും. നമുക്കിപ്പോ പല മാനേജേഴ്സും നമ്മളുടെ കമ്പനിയിൽ കാണാം. അവർ ചിലപ്പോൾ അധികം വളരെ നല്ല പെർഫോമൻസ് ആയിരിക്കും, പക്ഷെ അവരധികം റിസ്ക് എടുക്കില്ല. സേഫ് സോണിൽ പോവാണെന്ന് നമ്മൾ ചിലപ്പോൾ വിചാരിക്കും. ഈ ഒരു കാറ്റഗറിയിലാണ് അവരും വിടുക. അവർ കൂടുതൽ ആലോചിക്കുമ്പോൾ കൂടുതൽ റിസ്ക് ഉണ്ടെന്ന് കാണും, അല്ലെങ്കിൽ അവർക്കൊരു ക്ലാരിറ്റി കിട്ടില്ല അതിന് എന്താണെന്നുള്ളത്, അവരത് ചെയ്യില്ല.
പിന്നെ പല സമയത്തും ആളുകളുടെ പ്രശ്നങ്ങളെക്കാൾ ഫോക്കസ് ചെയ്യുന്നത് പ്രോബ്ലംസിലായിരിക്കും. ആളുകളെക്കാൾ ഫോക്കസ് ചെയ്യുന്നത് പ്രോബ്ലംസിലായിരിക്കും. അതായത് ചില കാര്യങ്ങൾ നടന്നു കഴിഞ്ഞാൽ ബെനിഫിറ്റ് ഉണ്ട് എന്ന് അവർക്കും അറിയാം. ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ കമ്പനിക്കും ആളുകൾക്കും ബെനിഫിറ്റ് ഉണ്ട് എന്ന് അവർക്കറിയാം. പക്ഷെ അവരതായിരിക്കത്തില്ല ഫോക്കസ് ചെയ്യുന്നത്. ഒരു 4 ബെനിഫിറ്റ് ഉണ്ടെങ്കിലും 2 ലിമിറ്റേഷൻസിലായിരിക്കും അവർ ഫോക്കസ് ചെയ്യുക. അത് ചിലപ്പം കാര്യങ്ങളെ ഡിസൈഡ് ചെയ്യാനും ഒക്കെ ഒരു ടൈം എടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഇവരെ നമുക്ക് എങ്ങനെ മാനേജ് ചെയ്യാം? ഇവരെ നമുക്ക് കമ്പനിയിൽ എങ്ങനെ മാനേജ് ചെയ്യാന്ന് ചോദിച്ചു കഴിഞ്ഞാല് എന്തൊരു ഇൻഫർമേഷൻ ടാസ്ക് കൊടുത്തു കഴിഞ്ഞാലും അത് മാക്സിമം ക്ലിയർ ആയിരിക്കണം. ഇവർക്ക് ഒരുപാട് ഡൗട്ട് വരും. അപ്പൊ അതെല്ലാം നമുക്ക് ക്ലാരിഫൈ ചെയ്ത് കൊടുക്കാൻ പറ്റണം. പിന്നെ ഒരു ലാസ്റ്റ് മിനിറ്റ് ചേഞ്ച് നമ്മളുടെ ടാസ്കിൽ ഉണ്ടാവുകയാണെങ്കിൽ വീണ്ടും അത് ഇവരുടെ ഡിസിഷൻ മേക്കിങ്ങിനെ അഫക്ട് ചെയ്യും. അതായത് നമ്മളൊരു ടാസ്ക് കൊടുത്തു, അവർ ഏകദേശം അതിന്റെ ഒരു എൻഡ് റിസൾട്ടിലേക്ക് വരികയാണ്. അപ്പൊ വീണ്ടും നമ്മൾ എന്ത് ചെയ്യാണ്? ഒരു ചേഞ്ച് വരുത്തുകയാണ്. അപ്പൊ ഓട്ടോമാറ്റിക്കലി ഇവർ വീണ്ടും നിൽക്കുകയും അപ്പൊ വീണ്ടും അതൊരു ഡിലേയിലേക്ക് വരും. ഓക്കെ, അപ്പൊ പിന്നെ ഇവർക്ക് ഒരു ടൈം കൊടുക്കുക, അനലൈസ് ചെയ്യാനുള്ള ടൈം കൊടുക്കുക. അതുപോലെ തന്നെ മാക്സിമം ഇൻഫർമേഷൻ കൊടുക്കാതെ ഇവരെ ഒരിക്കലും എന്ത് ചെയ്യാൻ പാടില്ല? നമ്മൾ പുഷ് ചെയ്യാൻ പാടില്ല. മാക്സിമം ഇൻഫർമേഷൻസും മാക്സിമം ഡാറ്റാസും കൊടുക്കാതെ ഇവരെ എന്ത് ചെയ്യാൻ പാടില്ല? പുഷ് ചെയ്യാൻ പാടില്ല. അത് അവർക്ക് തന്നെ ഒരു ക്ലാരിറ്റി ഉണ്ടാവില്ല. അത് അവരുടെ കോൺഫിഡൻസിനെ ഒക്കെ അഫക്ട് ചെയ്യും. അവരെന്ത് ചെയ്യും? അത് ചെയ്യാതെ മിസ് ചെയ്യാനോ അല്ലെങ്കിൽ ചെയ്യുമ്പോൾ വളരെ പ്രോബ്ലംസ് ഉണ്ടാവാനുള്ള സാധ്യതയൊക്കെ ഉണ്ട്. അവർക്കൊരു കോൺഫിഡൻസ് ഉണ്ടാവില്ല. ഓക്കെ, അപ്പം ഇത്രയാണ് നമ്മളുടെ ഔൾസ് എന്ന് പറയുന്ന ബിഹേവിയർ കാറ്റഗറി നമ്മളുടെ ടീമിലുണ്ടെങ്കിൽ ഈ രീതിയിലാണ് അവർ മാനേജ് ചെയ്യേണ്ടത്. ഇത്രയുമാണ് അവരുടെ സ്ട്രെങ്ത് ആൻഡ് വീക്ക്നസ്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, നിങ്ങൾ എപ്പോഴും ചെയ്യേണ്ടത് ഒരിക്കലും നിങ്ങളെ എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നത് പോലെ ആയിരിക്കരുത്. ഇപ്പൊ ഈ ഒരു കാറ്റഗറിയിലേക്ക് വരുമ്പോഴത്തേക്ക് ഇവർക്ക് എങ്ങനെയാണോ ഈ ടൈപ്പ് എംപ്ലോയീസിന് ഏത് രീതിയിലുള്ള ട്രീറ്റ്മെന്റ് ആണോ വേണ്ടത് ആ രീതിയിൽ വേണം നിങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യാൻ. എല്ലാരെയും ഒരുപോലെ ട്രീറ്റ് ചെയ്യാൻ പാടില്ല. പിന്നെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒരു ബിഹേവിയർ സ്റ്റൈൽ മാത്രമായിരിക്കില്ല ഒരാൾക്ക്. അതായത് നിങ്ങളൊരു ഈഗിളിനെ കണ്ടു, ഈഗിൾ എപ്പോഴും ഈഗിൾ ആയിരിക്കില്ല. ഈഗിള് ചിലപ്പോൾ ഔളിലേക്ക് പോവാം, ഡോവിലേക്ക് പോവാം, പീകോക്കിലേക്ക് പോവാം. ഡോവിലേക്ക് പോവില്ല, ചിലപ്പോൾ പീകോക്കിലേക്ക് പോവാം, അല്ലെങ്കിൽ ഔളിലേക്ക് പോവാം. ഓക്കെ, അപ്പം ഇവിടെ മനസ്സിലാക്കേണ്ടത് 2 ടൈപ്പ് ക്യാരക്ടറിന്റെ ഒരു കമ്പൈൻഡ് ആയിട്ടായിരിക്കും ഒരാളുടെ ബിഹേവിയർ വരിക. 2 ബിഹേവിയേഴ്സിന്റെ ഒരു കമ്പൈൻഡ് ആയിട്ടായിരിക്കും, കമ്പൈൻഡ് വേർഷൻ ആയിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു ബിഹേവിയർ വരിക. അപ്പൊ അവർക്ക് അവരേത് രീതിയിലാണോ ബിഹേവ് ചെയ്യുന്നത് ആ രീതിയിലുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുക. എല്ലാവരെയും ഒരുപോലെ അല്ല നമ്മൾ ട്രീറ്റ് ചെയ്യേണ്ടത്. അവരെങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത്, ഓരോ ആൾക്കാരും എങ്ങനെയാണോ ബിഹേവ് ചെയ്യുന്നത് ആ പാറ്റേണിനനുസരിച്ച് വേണം അവർക്ക് നമ്മൾ ടാസ്ക് അസൈൻ ചെയ്യാൻ, അവർക്ക് നമ്മൾ ഡിഫറെന്റ് പ്രോബ്ലംസ് കൊടുക്കാനൊക്കെ. ചില ആളുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ ആളുകളെയും ഒരേപോലെ മാനേജ് ചെയ്യും. ഒരു ഈഗിളിനെ മാനേജ് ചെയ്യുന്ന പോലെ ആയിരിക്കും 3 കാറ്റഗറിയും മാനേജ് ചെയ്യുക. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് ഡോഗ് പോലുള്ള ആളുകളൊക്കെ നമ്മളുടെ കമ്പനി വിട്ടു പോകുന്നതൊക്കെ, അട്രീഷൻ ഉണ്ടാകും. അല്ലെങ്കിൽ പീകോക്ക്, ഔള് പോലുള്ള പീകോക്ക് ഡോഗ് പോലുള്ള ആളുകളൊക്കെ നമ്മളുടെ കമ്പനി വിട്ടു. പീകോക്ക് ഒക്കെ കുറച്ച് പാർട്ടിങ് ആയിട്ടുള്ള എൻഗേജ്മെന്റ്, ഹൈ എക്സൈറ്റഡ് ആയിട്ടുള്ള ആളുകളാവുമ്പോൾ അവരുടെ ആ രീതിയിൽ നിൽക്കാനും നമുക്ക് പറ്റണം. ആ രീതിയിൽ നിന്ന് ടാസ്കുകൾ കംപ്ലീറ്റ് ചെയ്യിപ്പിക്കാനും നമുക്ക് പറ്റണം. ഈ ഒരു കാര്യം പ്രോപ്പറായിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യുമ്പോഴായിരിക്കും നമ്മളുടെ ഒരു ടീം ബിൽഡിംഗ് എന്ന് പറയുന്ന സാധനം നമുക്ക് ഒരു ഹൈലി എഫക്റ്റീവ് ടീം എന്ന് പറയുന്ന ഒരു സാധനത്തിലേക്ക് കൊണ്ടുവരാൻ പറ്റുക. നല്ല എംപ്ലോയീസ് നമ്മളുടെ കമ്പനിയിൽ വരിക. ആ നല്ല എംപ്ലോയീസ്
അവരുടെ മാക്സിമം പ്രൊഡക്ടിവിറ്റിയിലേക്ക്. അപ്പൊ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രേ ഉള്ളൂ, നമ്മളുടെ ടീം മാക്സിമം പ്രൊഡക്ടിവിറ്റിയിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ അവരുടെ ബിഹേവിയർ സ്റ്റൈൽ നമുക്ക് മനസ്സിലായിരിക്കണം. അതിനനുസരിച്ച് വേണം അവരുടെ അടുത്ത് ബിഹേവ് ചെയ്യാൻ. അപ്പൊ മാത്രമായിരിക്കും നമുക്കൊരു ഹൈ പെർഫോമിംഗ് ടീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റുക. ഇനി നമ്മൾ ബിസിനസ് ഓണേഴ്സ് ആണ്, നമുക്ക് ഇതിലൊന്നും ചിലപ്പോൾ ടൈം ഉണ്ടായെന്ന് വരില്ല. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം? നമ്മളുടെ മാനേജേഴ്സിന് ഈ ഒരു കൺസെപ്റ്റ് അറിഞ്ഞിരിക്കണം. നമ്മളുടെ മാനേജേഴ്സ് ഈ രീതിയിലാണോ ബിഹേവ് ചെയ്യുന്നതെന്ന് നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റണം. അപ്പൊ എന്ത് സംഭവിക്കും? അപ്പൊ നമുക്ക് നല്ലൊരു ഹൈ പെർഫോമിംഗ് ടീം ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഒന്നെങ്കിൽ നമ്മൾ ഇത് ചെയ്യണം, അല്ലെങ്കിൽ നമ്മളുടെ മാനേജേഴ്സ് ഇത് ചെയ്യുന്നുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ പറ്റണം. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ്. ഇത് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ ചോദിക്കാം. ക്ലിയർ ആണ്, വ്യക്തമാണ്. നന്നായിട്ടുണ്ട്. ഓക്കെ.